നമസ്കാരം. ഞാൻ തിരുനെല്ലാവരം പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ പകർത്തുന്നത്. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, നമസ്കാരം. ഞാൻ സന്തോഷ് പാലത്തൊടി. ഞാനിന്നുള്ള തിരുനെല്ലാവരം പാലത്താണ് കേട്ടോ ഉള്ളത്. ഇതാണ്ടോ ഫുള്ള് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെള്ളം മുങ്ങി, ഫുള്ള് വെള്ളം മുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിരുന്നു. ഞാൻ ഒരു ചെറിയൊരു കാര്യം മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഇതാണ്ടോ ഫുള്ള് ഇവിടെ നിറഞ്ഞ് ഫുള്ള് നിൽക്കുന്നുണ്ട്. പാലത്തിൽ ആൾക്കാരൊക്കെ കയറി നിൽക്കുന്നുണ്ട്. പാലത്തിൽ വേറെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഇതുണ്ടോ ഫുള്ള് പാലത്തേക്ക് വെള്ളം അങ്ങനെ അടിയിലും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഇഷ്ടം പോലെ കാണാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം, ഇതിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതാണ്ടോ ഫുള്ള് നിറഞ്ഞ് വെള്ളപ്പോൾ എന്തെന്ന് അറിയാം എന്ന് വിചാരിക്കും. വെള്ളപ്പൊക്കത്തിൽ എന്താണ് എല്ലാവരും വെള്ളം കയറി, ഇപ്പോൾ മഴയാണ്, വെള്ളം എല്ലാവരുടെയും കയറി. വെള്ളമല്ല ഞാൻ പറയാൻ വരുന്നത്. ഞാൻ ഇതിലൊരു കാര്യം ഞാൻ എടുത്ത് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെള്ളം കൂടുന്നത് മഴ പെയ്യുമ്പോൾ സാധാരണ എല്ലാവരും വെള്ളപ്പൊക്കവും ഇപ്പോൾ എല്ലാവരും വെള്ളം കയറി എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ വെള്ളമല്ല ഇത്. ഒരുപാട് എന്താ പറയുക, ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഉള്ള ഒരുപാട് ഒരു ആത്മവിശ്വാസവും ധൈര്യവും മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. അത് നമ്മൾ ഒരാൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ വേറെ ഉള്ള ആളുകാരും കാണിക്കും. അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇതാണോ അത് കാണുന്നുണ്ടോ? അവിടെ ഒരു സംഭവം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? ഇതാണ്ടോ മൊത്തം മുങ്ങി നിൽക്കുന്നതാണ്. അവിടെ ഒരു സംഭവം നടക്കും. ഞാൻ സൂം ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ അതൊരു ഓട്ടോയാണ്. ഒരു ഓട്ടോയാണ് 4 വീല് ഓട്ടോയാണ്. ആള് കാലത്ത് പോകുമ്പോൾ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളതിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി. കുറേ പേര് പറഞ്ഞു കടത്തരുത്, വെള്ളം ഇല്ല, കുഴപ്പമില്ല, മെയിൻ റോഡല്ലേ, കുഴപ്പമില്ല പോയി ഇടയെഴുത്തിയപ്പോൾ വണ്ടി ഫ്രണ്ട് പൊന്തി അപ്പുറത്ത് ആ കെട്ടാണ്, കണ്ടത്തിന്റെ കെട്ടാണ്, അതിലേക്ക് ചാടി അതിൽ വന്ന് നിൽക്കണം. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇപ്പം ഇന്ന് കടന്ന് പോയതാണെങ്കിൽ പിന്നെ വരുന്നവർ ഇതിൻ്റെ പുറകെ പോവും. അപ്പോൾ വെള്ളം കൂടി വരും ചാൻസ് കൂടുതലാണ്. നമ്മൾ ഒരാളിപ്പോൾ ഈ പുള്ളി ഇപ്പോൾ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപകടം നമ്മൾ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി വെള്ളങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത്, മഴക്കാലത്ത് ഇങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്നും ഇവിടെ ഒന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ഉള്ള തൃശ്ശൂർ ഭാഗങ്ങളിലാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, ഇപ്പോൾ വയനാടൊക്കെ കണ്ടില്ലേ, വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടി വീട്ടിലിരിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് നമുക്ക് കടന്നു പോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അപ്പുറത്തോടെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇത് പുള്ളിക്ക് ഇതിൽ കൂടെ കടന്നു പോകാണ്ട് വേറെ സ്ഥലം പോകാൻ പറ്റും. പുള്ളി ഇതിൽ കൂടെ തന്നെ പോകണം എന്നുള്ളൊരു ഇതുകൊണ്ട് പോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ ആയത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുണ്ടോ പിന്നെ ആ ഒരു അപ്പാപ്പൻ്റെ കട, അതിവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ ഒരു കട പാവം, അത് ചെറിയൊരു അപ്പാപ്പൻ കട നടത്തുന്ന അപ്പാപ്പൻ്റെ കട ഇതായി പോയി. അപ്പോൾ ഈ ഞാൻ ഓട്ടോൻ്റെ ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം കയറി അവിടെ പരമാവധി വണ്ടികളിൽ ഇറക്കാതെയും കൊച്ചുങ്ങളിലാണെങ്കിലും കൊണ്ടുപോകാതെ നമ്മളും കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്നാണ് എനിക്ക് അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കൂടി കണ്ടു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഞങ്ങളല്ലേ ചെയ്യുന്നത്, നമുക്ക് അറിയാലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് കണ്ടിട്ട് കൊച്ചു കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ തേങ്ങ പിടിക്കണുണ്ടോ, ഇത് തേങ്ങ പിടിക്കുന്നതാണ്. ഇവിടെ തോട്ടി കെട്ടിട്ട് ഓരോടെ ഇതിന്റെ മുകളിൽ നിർത്തി ചാടി അപ്പുറത്തോടെ വന്ന് പിടിക്കുന്നത്. ഇത് പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ട് ചെറിയ കൊച്ചു കുട്ടികൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ പോയി കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾ ഇതേപോലെ എന്തെങ്കിലും എടുത്ത് ചെയ്യുക, എന്തെങ്കിലും ഇതേപോലെ പിടിക്കാൻ എന്തെങ്കിലും നിന്ന് അപകടങ്ങൾ വരും. അപ്പോൾ അത് നമ്മൾ കാണിച്ചു കൊടുക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ വെള്ളപ്പൊക്കത്തിനായിട്ട് തേങ്ങയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, താങ്ക് യു.